ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ സമയമാണല്ലോ. ഉത്സവങ്ങളെ അതിന്റെ എല്ലാ തനിമയോടും കൂടി ആസ്വദിക്കുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് എല്ലാം കൂടിക്കലർന്ന് മത്സരബുദ്ധിയോടെ വീക്ഷിക്കുന്ന ചില ആളുകൾ. അവർക്ക് ഏറ്റവും ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് ആന എഴുന്നള്ളിപ്പും തിടമ്പേറ്റലും. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒത്ത ഉയരവും അതിനൊത്ത എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരു ഗജരാജനെ പറ്റിയാണ്. കണ്ടംപുള്ളി ബാലനാരായണൻ. ഒരു മനുഷ്യനെ ഊഹിക്കാവുന്നതിലപ്പുറം ഉയരക്കേമനായിരുന്ന ഒരാന. 1917 ചരിഞ്ഞ ചെങ്ങന്നൂർ രംഗനാഥിന് ശേഷം മലയാളക്കര കണ്ട ഉയര കൊടുമുടിയായ ഗജരാജൻ കണ്ടംപുള്ളി ബാലനാരായണൻ. അസാധാരണമായ ഉയരപ്പെരുമയ്ക്കപ്പുറം ആരും ഭയക്കുന്ന ലക്ഷണവും ഒത്തുചേർന്നവൻ. കണ്ടംപുള്ളി ആനയുണ്ടെങ്കിൽ ഉത്സവത്തിറമ്പിലേക്ക് മറ്റൊരു ആനയും കണ്ണെറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഉറപ്പാക്കിയിരുന്ന ഏതാനും പതിറ്റാണ്ട്. ഒപ്പത്തിനൊപ്പം പോയിട്ട് ബാലനാരായണന്റെ തോളൊപ്പം പിടിക്കാൻ മറ്റൊരുത്തിനും എത്തിപ്പെടാൻ പറ്റാതിരുന്ന കാലഘട്ടം. ആനയുടെ ലക്ഷണങ്ങളെക്കാളും ഒറ്റനോട്ടത്തിലുള്ള ഭംഗിയേക്കാളും തലയെടുപ്പിനേക്കാളും അധികം ഇരിക്കസ്ഥാനത്തിന്റെ ഉയരം എന്ന പൊക്കം മാത്രം മാനദണ്ഡമാക്കപ്പെടുന്ന മത്സരപൂരങ്ങളിലായിരുന്നു കണ്ടംപുള്ളി വീരന്റെ കത്തിക്കയറുകൾ. സ്വഭാവം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുഴി അടിച്ച ആനകളിൽ മുൻപന്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലനാരായണൻ. കുന്നംകുളത്തിനടുത്തുള്ള ആനത്തറവാടായ കണ്ടംപുള്ളി തറവാട്ടിലാണ് ബാലനാരായണൻ